നമ്മൾ ഇന്നൊരു ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വേണ്ടേ അതിൻ്റെ നാരും എല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന നല്ല ചെമ്മീനാണ്. ഒരു 1/2 കിലോ ചെമ്മീൻ ഞങ്ങൾ വാങ്ങിച്ചാണ്. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 350-400 ഗ്രാം കാണുമായിരിക്കും. അതിന് ആവശ്യമായിട്ട് ഒരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി, തേങ്ങാക്കൊത്ത്, ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ഇത്. പിന്നെ ഒരു 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും വെളുത്തുള്ളി ഇഞ്ചികളുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് തേങ്ങ കൊച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 2 ഏലക്കായും ഇത്രയും പെരിഞ്ചീരകം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും സവാള, പച്ചമുളക് തരാവേ നന്നായിട്ട് ഇളക്കിക്കൊടുക്കുക. ഇതൊന്ന് വഴണ്ട് വരട്ടെ. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് അത് നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിയട്ടെ.
ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള ഇത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ്. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം, അത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിക്കുക. നമ്മളിതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇതൊന്ന് തിളയൊക്കെ വന്ന് നിന്ന് വെന്ത് തുടങ്ങാറാകുമ്പോഴത്തേന് നമുക്ക് ഉപ്പ് നോക്കാം. ഇതിന് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് ഇത് വേകട്ടെ. നമ്മുടെ റോസ്റ്റ് നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇടയ്ക്ക് ചേർത്തിട്ടുണ്ടായിരുന്നേ. ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ചൂട് വന്നാൽ മതി. തീ ഓഫ് ചെയ്തു. നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേന് ഒന്നുകൂടെ കുറുകി വന്നോളൂ. ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടച്ചു വയ്ക്കാം.